10 വർഷം മുമ്പേ ഫെഡറൽ ബാങ്കിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത് കൃഷി തുടങ്ങി. നമുക്ക് ഈ സമയത്ത് ഇത് കഴിക്കുന്നത് നല്ല ചുമന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഒരുപോലെയാണ്. ഗ്രേഡിങ്, സോർട്ടിങ്, അതിനകത്ത് പ്രിസർവേഷൻ യൂണിറ്റ് നമുക്കൊരു 15 ടണ്ണ്. ഒരു 2 ഫ്രീസർ കാണുന്നുള്ളത് എന്താ? 2 ഫ്രീസർ ഇങ്ങനെ ഇതിപ്പോ 5 ടണ്ണിന്റെ വരുന്നുണ്ട്. 5 ടണ്ണ്. ഇതിപ്പം 10 ടണ്ണ്. ഫ്ലവർ വിരിയുമ്പോൾ ആ കോടയും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപാര സീനറിയാണ്. ഇതിനൊരു ഏരിയൽ വ്യൂവിന് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ദൂരെ നല്ല ആൾക്കാർ വരും, കാണാൻ വരും, കേൾക്കാൻ വരും. ഇങ്ങനെ ഈ ഹൈറ്റിൽ നമ്മളിങ്ങനെ നിന്ന് കാണാമെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയത്. വൈകിട്ട് ഈവനിങ്ങിൽ കാറ്റ് കൊള്ളാൻ അയൽവക്കംകാരൊക്കെ കയറി വന്ന് ഇതിനകത്തിരിക്കും. ഇത് നമ്മുടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പൾപ്പറാണ്. അതിന്റെ മണ്ടയില് ഫ്രൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് റോസ്റ്റർ ചൂടാക്കി അത് ജലാംശം പറ്റിക്കാം. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളമോ വാട്ടറാണ്. ഒരു 1 ഏക്കറിൽ ഫാഷൻ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നട്ടതേ ഉള്ളൂ, പിന്നെ ആയി വരുന്നേ ഉള്ളൂ. ഒരു വർഷം എത്ര വിളവെടുപ്പ് കാണുന്നത്? 10 മുതൽ മിനിമം 10. ഇതിപ്പോ നമ്മളെല്ലാം ക്വാളിറ്റി തിരിച്ചടിച്ച് എടുത്ത് വെച്ചാൽ ഹോൾസെയിൽ ഡീലേഴ്സിനുള്ള ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലെ ഇതിപ്പോ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് ഇതുപോലെ തന്നെ വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇതെല്ലാം പാറക്കട്ട, മൊത്തം പാറയാണ്. ഇതിന് നന വേണ്ടാത്ത ഒരു ചെടിയാണ്. തായ്പേരില്ല, കാട് കണ്ടമാനം കാട് കയറും. സമയത്തായിരുന്നു അടിച്ചോണ്ടിരുന്നത്. നിർവാഹമില്ലെങ്കിൽ നീതിവാൻ എന്നെ ചെയ്യുന്നു. ചെറിയ സ്പ്രേകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ഞാനിതെല്ലാം ഒന്നും ചെയ്യുന്നില്ല, ഒരു സാധനവും ചെയ്യുന്നില്ല. നമ്മള് നാച്ചുറലി ഇത് വിട്ടേക്കുക. ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലല്ലോ. എനിക്കിപ്പം വീട്ടിലോട്ട് പോകണം, പണിക്കാരെ അവിടെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് കയറി വരണം. ആരും ചോദിക്കാനും പറയാനാണെങ്കിൽ ചോദിക്കുന്ന ഇവിടെ പോയായിരുന്നു. കൃഷിയോട് ബേസിക്കായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു പോകും. ഈ കൃഷികളെല്ലാം ചെയ്തു പോകും. എൻ്റെ പേര് ജോസഫ് KS എന്നാണ്. ഇത് റാന്നിക്ക് കിഴക്ക് 8 കിലോമീറ്റർ കിഴക്ക് അത്തിക്ക എന്ന സ്ഥലത്താണ്. 10-42 കൊല്ലമായിട്ട് ഫെഡറൽ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ 10 വർഷം മുമ്പേ ഫെഡറൽ ബാങ്കിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പം കൃഷി തുടങ്ങി. മെയിനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് കൃഷി ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊരു 10 ഏക്കർ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇപ്പം ഹോൾസെയിൽ കൊടുക്കുന്ന കൂടുതലായിട്ട് എക്സ്പോർട്ടിങ് കൂടുന്നുണ്ട്. ഇത് ഇതിൻ്റെ പാക്കിങ് യൂണിറ്റ് ആണ്. കുറേ പ്രിസർവ് ചെയ്യാവുന്ന സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് കുറേ ഐറ്റംസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇതെല്ലാം പോകുന്നു. നമ്മളിതിപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായിരുന്നു? ഇതിപ്പം ഇത് 10ാമത്തെ വർഷമാണ്. 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് നമ്മളിപ്പോൾ ഈ കൃഷി മെയിനായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ഏക്കറിൽ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? 10 ഏക്കറിൽ. നമുക്ക് ഏകദേശം ഒരു വർഷം നമുക്ക് എന്തുമാത്രം കായ ഇവിടെ കിട്ടുന്നുണ്ട്? നമുക്ക് കായ ഒരു ഏക്കറിൽ നിന്ന് 10 ടണ്ണ് കിട്ടും. പുതിയ തലമുറയ്ക്ക് കൃഷിയോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് താല്പര്യമുള്ള പോലെ താല്പര്യമുള്ളതുകൊണ്ട് സമയം കളയാനുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലെ വീട് കിട്ടുവാനാ. ചെറുപ്പത്തിലെ ജോലി കിട്ടിയവനാ. അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ജോലി കയറി. അപ്പൊ 42 കൊല്ലം ജോലി ചെയ്തു. പിന്നെ മടുപ്പായി ജോലി തന്നെ. ഇതാകുമ്പോ പിന്നെ 10 വർഷം പോയത് അറിഞ്ഞില്ല. കൃഷി ആകുമ്പോഴത്തേനും മടുപ്പില്ലെന്നാണ് പറയുന്നത്. മടുപ്പില്ല. 6 മണിയാകുമ്പോ ഇറങ്ങുന്നത്, 6 മണിയാകുമ്പോഴാ തിരിച്ചില്ലെന്ന്. ഓഹോ. ഇതിപ്പോ എത്രാം കൊല്ലത്തെ ചേട്ടാ തൈതാ? ഇവിടെ ഒരു 200 മൂട് 10 വർഷമായതാ. 10ാമത്തെ വർഷം. ചേട്ടൻ ബേസിക്കലി ആദ്യമേ ഒരു ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളായിരുന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേട്ടന് കൃഷി ഫീൽഡിലോട്ട് ഇപ്പോൾ വന്നത് എങ്ങനെയുണ്ട്? ആ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. ആ ഫീൽഡ് ഞാൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നത്. എൻ്റെ അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കൃഷിയോട് താല്പര്യമുണ്ട്. കൃഷി ചെയ്ത് ജീവിച്ചവർ. ബാങ്കിൽ പോകുന്ന കാലത്ത് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു റിട്ടയർ ചെയ്തിട്ട് പിന്നെ അതിനോടുള്ള താല്പര്യം കൊണ്ട് പിന്നെ തെരഞ്ഞെടുത്തു. രണ്ടാണ്. കുറച്ചും കൂടെ ചേട്ടന് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നൊരു ഫീൽഡ് ഏതാ? ഇതായിരുന്നോ ബാങ്ക് ജോലി ആയിരുന്നോ കൃഷിയായിരുന്നോ? രണ്ടും ഒരുപോലെ തന്നെ തോന്നുന്നത്. കുറച്ചുകൂടെ താല്പര്യം കൃഷിയോടാണ്. ബാങ്കിലെ ജോലിക്കല്ല. ബാങ്ക് ഞാനത് ശരിക്കും ഞാനൊരു ആസ്വദിച്ച് ചെയ്ത് നമ്മുടെ ഒരു ജോലി എന്ന ഉപരി തൊഴില് ഞാൻ അത് ആസ്വദിച്ച് ചെയ്ത ഒരു വ്യക്തിയാണ്. ബാങ്കിലെ ജോലി ഒരിക്കലും മടുത്തിട്ടുമില്ല. വരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും എന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടി ചുമത്. ഞാൻ ചെന്നിടത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഏരിയൽ വ്യൂവിന് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇത്.
ഇത് ഇവിടെ ധാരാളമായിട്ട് ആൾക്കാർ കാണാനും കേൾക്കാനും ഒക്കെ വരും. അപ്പൊ അവര് ഇങ്ങനെ ആ പാറപ്പുറത്തൊക്കെ ഇരുന്നാണ് കണ്ടോണ്ടിരുന്നത്. ആൾക്കാരൊക്കെ കയറി ഇന്ന് കാണാനും പിന്നെ കാറ്റ് കൊള്ളാനും വൈകിട്ട് ഈവനിങ്ങില് കാറ്റ് കൊള്ളാൻ അയൽവക്കരൊക്കെ കയറി വന്ന് ഇതിനകത്തിരിക്കും വർത്തമാനം പറഞ്ഞുണ്ട്. ഇവിടെ എപ്പോഴും നല്ല കാറ്റാ, പിന്നെ കാമാൻ കാറ്റ് അറ്റ്മോസ്ഫിയറാ. ഈ വെട്ടം വിളിച്ച് ഒരിക്കലും അടയല. നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കയറുന്ന പോലെ അല്ലല്ലോ, അടഞ്ഞൊരു മൂടല്ല അല്ല, ഒരിക്കലും ഇത് അടയല. നല്ല വെളിച്ചമായിരിക്കും എപ്പോഴും. സൺലൈറ്റ് ഇവിടുന്ന് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട്. അവിടെ ആ കോട കണ്ടില്ല, മഴ കോട ഇറങ്ങി ഇങ്ങോട്ട് വരും. ശരി, നല്ലപോലെ മഴ ഇല്ലാത്ത സമയത്ത് ഫ്ലവർ വിരിയുമ്പോൾ ആ കോടയും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപാര സീനറിയാ. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ വളരെ താല്പര്യം. നിങ്ങൾക്കൊക്കെ പിന്നെ എനിക്ക് തോന്നി. എന്നാലും ഇതിന് വേറൊരു പ്രത്യേക എഫക്റ്റ്. ഇതിങ്ങനെ ഹൈറ്റിൽ നിന്ന് നമ്മളിങ്ങനെ നിന്ന് കാണാന്ന് പറയുമ്പോഴത്തേന് നല്ല ഭംഗിയത് കാണാനത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ദൂരെ നിന്നുള്ള ആൾക്കാർ വരും, കാണാൻ വരും, കേൾക്കാൻ വരും, കൃഷി പഠിക്കാൻ വരും. ഇതുപോലത്തെ കല്ല മൊത്തം വലിയ വലിയ കല്ലുകളാ. അത് ഞാൻ അതെല്ലാം ഉടച്ചു കളഞ്ഞ. ഇവിടെ ആൾക്കാർ നിൽക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണം നിർത്തിയിരുന്നു കാണാനേ. ബാക്കിയെല്ലാം ഇതുപോലത്തെ കല്ലായിരുന്നു, അതെല്ലാം ഉടച്ച് റെഡിയാക്കിയതായത്. കുറേ പൈസ മുടക്കിയാ കിട്ടിയത് വർഷങ്ങൾ കൊണ്ട്. ഇതിന് നമുക്ക് എന്തെങ്കിലും കാട്ടുജീവികളുടെ അക്രമം, പന്നിയുടെ അക്രമം അങ്ങനെ പന്നിയൊന്നും ഇതിനോട് ശല്യം ചെയ്യുന്നില്ല. ചില കിളികൾ വന്ന് ഫ്രൂട്ട് കുറെ കൊത്തിക്കളയുന്നുണ്ട്, കൊത്തി തിന്നുന്ന. ഒരു ടൺ എടുക്കുമ്പോ ഒരു 10-15 കിലോ. ഇത് ഈ മുള്ളുള്ളതുകൊണ്ടാണോ ബാക്കി ജീവികൾ ഇതിനോട് അടുക്കാത്ത? ഇതിപ്പം ചേട്ടൻ ഇപ്പൊ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് 1 ഏക്കർ സ്ഥലം ചെയ്യാൻ ഒരാൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മുടക്കുമുതൽ വരുമായിരിക്കും അതിന്? അങ്ങനെ ഒരു ഇനിഷ്യൽ എക്സ്പെൻസസ് 1 ഏക്കർ ചെയ്യണമെങ്കിൽ 6 ലക്ഷം രൂപയാവും. തൈയുടെ വിലയും പോസ്റ്റിന്റെ ലേബറും എല്ലാം കൂടെ കൂടി ഒരു 5-6 ലക്ഷം രൂപയോളം മുടക്കുമുതൽ വരുന്നു. പ്ലാൻ ചെയ്യണം. പിന്നെ മുടക്കുമുതലില്ല, മുടക്കില്ല. പിന്നെ നമുക്ക് നോക്കുന്ന പണിക്കാരൻ ഓട്ടക്കൂലി മാത്രമേ ഉള്ളൂ. ഓട്ടക്കൂലി അങ്ങനെ അങ്ങ് നോക്കുകയും വേണമെന്നില്ല. പടവന്റെ ഒക്കെ 1-2 പണിക്കാരാണ് ഓടിച്ചോണ്ട് പോകുന്നത്. ഞാനീ പിന്നെ പറമ്പൊക്കെ വൃത്തിയാക്കി കിടന്നോട്ടെ, എമ്മാര് കുറെ എണ്ണം കഴിഞ്ഞും കൂടി പോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന. ഇതെന്താ ചേട്ടാ നമ്മൾ പ്രൊസസിംഗ് യൂണിറ്റ് ആയിട്ട്? ഇത് നമ്മുടെ ഗോഡൌണ് പ്രിസർവേഷൻ യൂണിറ്റ്, സോർട്ടിംഗ് ഷെഡ്. നമ്മുടെ മലയിലാണ് തോട്ടം. തോട്ടത്തിൽ വന്നിട്ട് പിക്കപ്പിൽ ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ട് ഗ്രേഡ് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. നമ്മളിത് അങ്ങോട്ട് ഇത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആയിട്ട് പോവുകയാണ്, അത് നമ്മൾ ലോക്കൽ മാർക്കറ്റിംഗ് ആണ്? എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ കാളെല്ലാം ഇവിടെ ആദ്യം കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് അൺലോഡ് ചെയ്യുന്നു. അൺലോഡ് ചെയ്തിട്ട് ഗ്രേഡിങ്, സോർട്ടിങ്, അത് 2 എണ്ണമായിട്ട് ഇവിടെ. അതിനകത്ത് പ്രിസർവേഷൻ യൂണിറ്റ് നമുക്കൊരു 15 ടണ്ണ് 15 ടണ്ണ് നമുക്ക് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രിസർവേഷൻ യൂണിറ്റ് ഉണ്ട്. അതിനകത്തോട്ട് അത്യാവശ്യം പോയില്ലെങ്കിൽ എന്റെ തൊട്ട് കയറ്റി. അപ്പൊ എത്ര നാൾ വരെ നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും? 2-3 മാസമൊക്കെ ഇരിക്കും. നമുക്ക് പിന്നെ ആവശ്യം വരികയല്ലോ അതിന് മുമ്പ് സാധനം തീർന്നു പോകും. ഇതിനപ്പം നല്ല മാർക്കറ്റ്, നല്ല ഡിമാൻഡാണോ? മാർക്കറ്റിൽ ഡിമാൻഡ് കുറവൊന്നുമില്ല. പക്ഷേ കച്ചവടക്കാർ, ഹോൾസെയിലുകാരും കച്ചവടക്കാരും ഒക്കെ വില ഇടിക്കാനായിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ഡിമാൻഡുള്ള എപ്പോഴും നല്ല ഡിമാൻഡ്. അങ്ങനെ പ്രശ്നം വന്നാൽ എന്നെ തരണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം. കാലാവസ്ഥ പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ മഴ തുടർച്ചയായിട്ട് മഴ വന്നാൽ മൂവ്മെന്റ് കുറയും, പിന്നെ കച്ചവടം നടക്കില്ല. അന്നേരം മൂവ്മെന്റ് കുറയും. നമ്മളിത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉള്ള ലോക്കൽ സെയിലാണോ അതേ നമ്മൾ എക്സ്പോർട്ടിംഗ് ആണോ ഇത് കൂടുതലായിട്ട് നടക്കുന്നത്? രണ്ടും ഉണ്ട്. നമുക്ക് എനിക്ക് റീറ്റെയിൽ ഇല്ല, റീറ്റെയിൽ നടക്കുകയില്ല. കാര്യം ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഹോൾസെയിലായിട്ട് വിറ്റ് മാറും. ഹോൾസെയിൽ ഡീലേഴ്സിന് കുറെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഒരു വില കൂടുതൽ നമുക്കത് കിട്ടുമോ? എക്സ്പോർട്ടേഴ്സ് വില കൂടുതൽ കിട്ടുന്നുണ്ട്, വില കൂടുതൽ കിട്ടും. പിന്നെ അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേക ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരു പാക്കറ്റിനകത്ത് 3 കിലോയാണ് ഇപ്പം കൊടുക്കുന്നത്. അങ്ങനെ പാക്ക് ചെയ്ത് ഓരോന്നിനും കവർ ഇട്ട് പാക്ക് ചെയ്ത് ഞാൻ ചെയ്യല്ല, ഒരു എക്സ്പോർട്ടർ കൊടുക്കുക. അവരുടെ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ തന്നെ, അവരുടെ മെറ്റീരിയൽസ് എല്ലാം തന്നേക്കുവാണ്. അപ്പൊ നമ്മൾ അവരുടെ കവറിനകത്ത് പാക്ക് ചെയ്ത് കൊടുക്കുക. കവറിനകത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ പണിക്കാർ പാക്ക് ചെയ്ത് വരും. നമുക്ക് നാട്ടിൽ കയറിയാലോ? പിന്നെ ഇതിപ്പോ നമ്മളെല്ലാം ക്വാളിറ്റി തിരിച്ചടിച്ച് എടുത്ത് വെച്ചേക്കുന്നത് ഹോൾസെയിൽ ഡീലേഴ്സിനുള്ളതാണ്. അവര് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പാക്കറ്റില്ലാത്ത 15 കിലോയാണ്. 15 കിലോ ഫ്രൂട്ടാണ്. 15 കിലോ ഫ്രൂട്ടും ബട്ടിയുടെ 2 കിലോയുടെ കൂട്ടി 17 കിലോയുടെ തൂക്കം വെച്ചേക്കുക. കച്ചവടക്കാർക്ക് 2 ടൺ അല്ല 3 ടൺ വേണമെങ്കിൽ 100 എത്ര ബോക്സ് കയറ്റി വിട്ടാൽ മതി. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളെ പറിച്ച് ഇതെല്ലാം കൂടെ നമുക്ക് എത്ര ദിവസം നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റില്ല? ഇതിപ്പോ ഇന്നലെയും മിനിഞ്ഞാന്നും കുറെ പോയി, ഇന്നിനി പോവും. ഇതിപ്പോ നമ്മളൊരു 15 കിലോയുടെ ഓരോ പാക്കറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇതെല്ലാം എക്സ്പോർട്ടേഴ്സിനാണ്, അത് നമ്മുടെ ലോക്കൽ സെയിലാണിത്. ഇത് ലോക്കലിലുള്ള എക്സ്പോർട്ടേഴ്സിനുള്ള വേറെ സെപ്പറേറ്റ് അട്ടി. അട്ടി എന്നാ പറയുന്നത്, ഇങ്ങനെ അടുക്കി വെക്കുന്നതിന്. അത് അവിടെ ഇരിക്കുന്നതാണ് എക്സ്പോർട്ടേഴ്സിനുള്ളത്.
ഓരോ അട്ടികൾ. ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിലെ ചെറിയ പൊടിയോ ചെറിയ പാടോ ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് വരും. കുത്തും കോമയൊക്കെ ഉള്ളത്. പക്ഷെ ടേസ്റ്റോ കാര്യങ്ങളെല്ലാം ഒന്നും വ്യത്യാസമില്ല. ഇതന്നെ ഇപ്പൊ ഈ പാടൊക്കെ വരുന്നത് ഈ കാടടിച്ചതും അവറിന്റെ അംശങ്ങളൊക്കെ ഇരിക്കുന്നതും. അതെയല്ലേ മഴക്കാലത്ത് ചെളിയും പായലും എല്ലാം വരും. ഇത് അതുപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഈ 2-3 ദിവസം നടപടി ഉണ്ടാകുന്ന കാര്യമല്ല. രാത്രിയിലും പകലും കൂടെ ഇട്ട് അറിഞ്ഞു വെച്ചിട്ടാണ് തീർന്നത്. ഇത്രയും പേര് തീരുന്നത്. ഇത്രയും പേര് 12 പേര് ഇത്രയും കിടന്ന് ഓടി നടന്നിട്ടാണ് തീരുന്നത്. ചേട്ടാ നമ്മൾ ഈ രീതിക്ക് ഇത് പറിച്ചു വെച്ചാൽ നമുക്ക് എത്ര നാൾ ഇതിങ്ങനെ കിട്ടും? ഇത് അതെ 2 ആഴ്ച ഷെൽഫ് ലൈഫ് ഉള്ള 2 ആഴ്ച നമുക്ക് ഇരിക്കും. ചെടിയാ നിന്നാ ഡാമേജ് ആവും. കട്ട് ചെയ്ത് ഇങ്ങനെ ചെടിയെ എന്നാ ഇത് ഡാമേജ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. മുറിഞ്ഞു പോകും. അപ്പൊ ആ വളർച്ച കാരണം അത് പൊട്ടിപ്പോകുന്ന. ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച ഇങ്ങനെ ഇരുന്നോളൂ. അത് ഫ്രീസറിലൊന്നും കയറ്റണ്ട, സാധാരണ ഇരുന്നോളും. അപ്പൊ 3 മാസം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇത് പഴുത്ത് റെഡി ആയിട്ട് ഇവിടെ ഇത് പഴുത്തതാ സാധനം. കളർ വെക്കും. കളർ ഇച്ചിരി കൂടെ കൂടും. അതിന്റെ തൊലിപ്പുറത്തെ കളർ വൈറ്റ് ജലാംശം വലിയുമ്പോൾ കളർ കൂടി വരും. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചത്, നമുക്ക് ഈ സമയത്ത് ഇത് കഴിക്കുന്നതും നല്ല ചുമന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഒരുപോലെയാണോ? ചുമല കളറ് ഒരു ഫാക്ടർ അല്ലേ ഈ മഴക്കാലത്ത് ഇതിനകത്ത് പച്ച കളറേ കിട്ടുള്ളൂ. പച്ച കളർ ഉള്ളതും പൂട്ടും. വിളവാതിയെ വിളഞ്ഞ സാധനം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അത് 18 ബ്രിക്സ് യൂണിറ്റ് പറയുന്നത്. 18 ബ്രിക്സ് യൂണിറ്റ്. ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴപ്പഴത്തിന്റെ മാമ്പഴത്തിനേക്കാളൊക്കെ കൂടുതലാണ്. നമ്മളത് ആ രീതി കഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ. നമ്മളിപ്പോ ഒരു ഫ്രൂട്ട് വെക്കുവാണെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ആ ഒരു ഭംഗിയിലും കൊടുക്കുവാണെങ്കിൽ അതിൻ്റെതായ ഡിമാൻഡ്. ബ്രാൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടിക്കുക. നമുക്ക് ഇവിടെ ലോക്കൽ കടകളെ ശൈലി അങ്ങനെ വല്ലതും കച്ചവടം ഇല്ല. എനിക്ക് ഇല്ല, നടക്കുകയല്ല. കാര്യം ക്വാണ്ടിറ്റി ഒത്തിരി ഉള്ളതുകൊണ്ട് കണക്കാല ഒരു കടക്കാരൻ 50 കിലോ 60 കിലോ ഒക്കെ എടുക്കുള്ളൂ. നമ്മൾ എത്ര കടയിൽ പോയാലും ഇതും കൊണ്ട് പോകുന്നത്. ഈ പണിക്കാരെയും കൊണ്ട് പോകേണ്ടി വരും. പിന്നെ ഈ കണക്കെഴുതാൻ പോകണം, ഒത്തിരി പണിയായി. നമുക്ക് അത് നടക്കില്ല. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ റീറ്റെയിലായിരുന്നു. ഓരോ കടകളിലും ഓരോ ബോക്സുകളോ 2 ബോക്സോ കൊടുത്ത്. ഇപ്പൊ ഹോൾസെയിലേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നുണ്ടോ? ഇതാ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം ഈ ബാർഗൈനിങ് ആണ്. വിലയില് വില ഇടിക്കാനായിട്ട് ഇല്ല, മൂവ്മെന്റ് ഇല്ല. അതായത് ആ നാടക അവിടെയാന്ന് പറഞ്ഞ് മടിക്കും. മടിച്ചു കഴിയുമ്പോ പിന്നെ അടുത്ത ആളെ വിളിക്കും. നമുക്ക് ഈ യുദ്ധം വന്നതിന്റെ പുറത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു സ്പോട്ടിങ്ങിന് ഇച്ചിരി കുറവുണ്ട്. ഓർഡർ ചെയ്തതിന്റെ 1% കട്ട് ചെയ്ത് ഇന്നലെ. അപ്പൊ അതിന്റെ ഒരു വിഷയമുണ്ട്. അവിടെ മൂവ്മെന്റ് കുറവായി. നമുക്കപ്പോ മിച്ചം വരുന്ന സാധനമാണ് നമ്മൾ മറ്റേ ചിരിങ്ങോട് പിന്നെ കയറ്റുവാണ്. മിച്ചം വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഓർഡർ ഇല്ലെങ്കിൽ പ്ലാനിലോട്ട്. ഇതെന്താ ചേട്ടാ? ഇതാ ഇത് നമ്മുടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഉള്ള മിഷനറികളാണ് ഇരിക്കുന്നത്. പിന്നെ വർക്കില്ല ഇതിനകത്ത്. ചെറിയ തോതിൽ നമ്മൾ ചെയ്തു പോകുന്നത്. ഇതാണ് അതിന്റെ മിഷനറികൾ. ഇത് പൾപ്പറാണ്. അതിന്റെ മണ്ടയില് ഫ്രൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് അതിന്റെ നെറ്റാണ് അരിക്കാനുള്ള. ഫ്രൂട്ട് ക്ലീൻ ചെയ്ത് ഇത് ബ്രഷ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ജ്യൂസ് ഇവിടെ വരും. കുരു മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഓരോ തവണ എടുത്ത് ക്ലീൻ ചെയ്ത് അഴിച്ചു മാറ്റി വളരെ ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യണം. ഇത് ഫ്രൂട്ട് വാഷ് ചെയ്യാനുള്ള കഴിക്കണം. ഇത് വാഷ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കി സംഗതി കൈ തരും. ഫ്രൂട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് റോസ്റ്റർ ഇതിനകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പൾപ്പ് ഇട്ട് കൊടുത്താൽ മതി. ടൈം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൾപ്പ് പിന്നെ ചൂടാക്കി അത് ജലാംശം പറ്റിക്കാം. ഓരോ ഇതിനും സോഫ്റ്റ് ഡ്രിങ്ക് സ്ക്വാഷും ഒക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റാം. ജാം ആണെങ്കിൽ കുറേ ടൈറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. അത് അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും സംഗതി റെഡി ആയി കഴിയുമ്പോൾ അത് ടൈമറുണ്ട്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ ഉണ്ട്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വെള്ളമാണ്, വാട്ടറാണ്. അത് ചൂടാകുന്ന ആ വെള്ളം ചൂടാക്കിയാണ് ഈ സാധനം ചൂടാക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇല്ല, ചെല്ലുന്നില്ല. വെള്ളം വാട്ടർ ചൂടായിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ താഴെ ഇത് തുറന്നു കഴിഞ്ഞാൽ താഴെ ജ്യൂസ് വരികയും ചെയ്യും. ചേട്ടാ നമ്മളിവിടെ 2 ഫ്രീസർ കാണുന്നുള്ളത് എന്താ? 2 ഫ്രീസർ ഇങ്ങനെ വെക്കുന്നത് 2 സമയത്ത് പണിതാ. ആദ്യം ഒരു 5 ടൺ ഫ്രൂട്ട് കൈപ്പ് ചെയ്യാവുന്ന ഒരു എണ്ണം പണിതു. 2 വർഷം 5 ടണ്ണിന്റെ വരുന്നുണ്ട്. 5 ടൺ. ഇതിപ്പം 10 ടണ്ണ് വെക്കാവുന്ന നമുക്ക് അതുകൊണ്ട് വെച്ചേക്കുന്ന. അതൊന്ന് കയറി കണ്ടാലോ നമുക്കത്? പിന്നെ തണുപ്പുണ്ട്. ഇതിന്റെ അകത്ത് നമ്മളിപ്പം എത്ര ദിവസം വരെ കീപ്പ് ചെയ്യും? ഇത് സാധാരണ 3 മാസം വരെ കീപ്പ് ചെയ്യാന്നാ പറയുന്നത്. നമ്മൾ അങ്ങനെ എത്ര മാസം വരെ മാക്സിമം ചെയ്തിട്ടുണ്ട്?
ഒരു 1.5 മാസത്തെ കൂടുതൽ പെട്ടിട്ടില്ല. 1.5 മാസത്തിൽ അതിനൊക്കെ ഇരുന്നിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. ഇതിപ്പോ എന്താ ടെമ്പറേച്ചർ തന്നെ വരുന്നത്? 8-12 ടെമ്പറേച്ചറിൽ 8-12 ഇവിടെ ചെയ്യാം. ഇത് ഭാഗത്തല്ല ഇപ്പൊ നിൽക്കുന്നത്. അത് ശരി. ചേട്ടൻ നമ്മൾ ഇതിന്റെ വേറെ ബൈ പ്രൊഡക്ട്സ് വേറെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ തന്നെ? ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മുടെ സ്ക്വാഷ്, ജാം, സോഫ്റ്റ് ഡ്രിങ്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റിലേക്ക് ലാർജ് സ്കെയിലായിട്ട് വിട്ടില്ല. സാമ്പിൾ ചെയ്തിട്ട് മിഷനറി കറക്റ്റ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര നാളെ തുടങ്ങിയിട്ടത്? കുറച്ച് നാളെ ആയുള്ളൂ. ഒരു ഈ ചില പരിമിതികളുള്ളതുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ നമ്മൾ അതിന്റെ പൾപ്പ് എടുത്ത് ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ഇടാതെ ഇതിനകത്ത് ജാറിനകത്ത് ആക്കിയിട്ട് ഇതിനകത്ത് വെക്കാം. നമുക്ക് ഇതുപോലെ വരുന്നത് പൾപ്പ് അധികം പൊട്ടിയതും ഫ്ലഷിന് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല സാധനങ്ങൾ സോർട്ട് ചെയ്തിട്ട് അത് പൾപ്പാക്കി എടുക്കാം. പൾപ്പാക്കി എടുത്തിട്ട് ജാറിനകത്ത് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുക. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഇതിന്റെ പൾപ്പ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഇതിപ്പോ നമ്മൾ ഇനിയിപ്പം ഇത് അടുത്ത ജാമ സ്ക്വാഷ് ഒക്കെ എന്തായിട്ടാണെങ്കിലും കൺവേർട്ട് ചെയ്യാം. അതിനുള്ള മെഷീനറി ഉണ്ട് താഴെ. ഇതിപ്പോ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എത്ര നാളോ ഫ്രൂട്ട് ഇരിക്കുന്നവരെ തന്നെ അതിരുന്നോളും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ കുരുവും കൂടെ അരിഞ്ഞുപുരിയല്ലേ? കുരു നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കുരുവോട് കൂടി പൊടിക്ക് ഇതിനകത്ത് ചേരാതെ പൾപ്പ് മാത്രം ഉണ്ട്. അത് കൃത്യമായിട്ട് അത്ര അപ്പൊ കുരുകൊണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് മാറും. നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. കുരു മാറ്റി പൾപ്പിനകത്ത് ഇട്ടാൽ മതി. ഒരു സൈഡിൽ കൂടെ കുരുവോ ഒരു സൈഡിൽ കൂടെ പൾപ്പ് മാത്രം വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ സ്ഥിരം പണിക്കാർ ഉള്ളതാണോ? ഇവിടെ 12 പേരോളം ഉണ്ട്. അത് നമുക്ക് വരയ്ക്കുന്ന ആ സമയത്ത് വരുന്നവരാണ്? അതെയോ? അല്ല, സ്ഥിരം പണിക്കാരാ. സ്ഥിരമായിട്ട് തന്നെ ഉണ്ട്. 305 ദിവസം പണിക്കാർ. ഇതാണ് ഇവരിപ്പം ഇത് പാക്ക് ചെയ്യാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള സാധനം. എക്സ്പോർട്ട് ക്വാളിറ്റി തിരിഞ്ഞു വെച്ചിട്ട് പാക്ക് ചെയ്യാൻ. എത്ര കിലോയുടെ പാക്കറ്റ് വരുന്നത്? 3 കിലോയുടെ പാക്കറ്റാണ്. 3 കിലോ കൃത്യമായിട്ട് തൂക്കി കവറിട്ട് പാക്ക് ചെയ്ത കവർ ഇടുന്നുണ്ട്. ഇതിപ്പോ എന്നാ ഇവര് ക്വാളിറ്റി നമ്മൾ എങ്ങനെയാ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി എങ്ങനെയാ? ക്വാളിറ്റി പൊട്ടാ പൊടിയോ ഒന്നും പാടില്ല. ചുക്കുലി അതെല്ലാം ബ്രഷ് ചെയ്ത് എടുത്ത് കളയും. അതിലുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളയും. ക്ലീൻ ചെയ്തിട്ട് അപ്പൊ ഈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് സൈസിന് അങ്ങനെ ഒരു പ്രത്യേകത വല്ലതും ഉണ്ടോ? സൈസ് ഉണ്ട്. 3 കിലോ വരുമ്പോ ഒരു 7 പീസ് 8 പീസ്. ഇതിപ്പോ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് ആ രീതിക്ക് പാക്ക് ചെയ്ത് റെഡിയാക്കിയത് പാക്കറ്റാണ്. ഇതുപോലെ തന്നെ നേരിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ട് ഇതിപ്പം 3 കിലോ വരുന്നുണ്ടോ? 3 കിലോ വരുന്നുണ്ട്. അപ്പൊ എത്ര കാലമാണ്? 7-8. അപ്പം നല്ല അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണോ? സൈസ് എന്ന് പറഞ്ഞാൽ 7-8 പീസ് വരാനും. 7 പീസ് വരും. നല്ല അത്യാവശ്യം കൃത്യം തൂക്കമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം വരിക. കിലോയ്ക്ക് 200 രൂപ പറഞ്ഞു ഫ്ലൈറ്റ് ചാർജ്. അപ്പൊ അതുകൊണ്ട് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. കൃത്യം തൂക്കമാണ് ഇത് പോകുന്നത്. 1, 2, 3 ഗ്രാം ഒക്കെ മാക്സിമം 5 ഗ്രാം. 5 ഗ്രാം അതേപോലെ 5 ഗ്രാം കിട്ടും. അപ്പൊ അതനുസരിച്ച് ഇവര് പിന്നെ എക്സ്ട്രാ ഒരു കവർ ആപ്പിളൊക്കെ കൊണ്ടുപോകുന്ന അതുപോലെ തന്നെ കവറ് അത് കയറ്റിയിടണം. നെറ്റ് കയറ്റിയിട്ടിട്ട് ഡാമേജ് ആകാതിരിക്കാനാണ്. അങ്ങോട്ട് വേണ്ടി ചതയാതെ ഇരിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് സാധനമാക്കുക. ഒരു ഭംഗിയാക്കി വേണ്ടി നമ്മൾ വളരെ വാല്യൂ ഉള്ള ഒരു സാധനം. ഇത് റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഇതിന്റെ മാർക്കറ്റ് കളഞ്ഞ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. ഏത് മനുഷ്യർക്കും കഴിക്കാവുന്ന പ്രമേയക്കാർക്കാണെങ്കിലും കഴിക്കുക. പിന്നെ ബ്ലഡ് കൗണ്ട് ഉണ്ടാകാനായിട്ട് ഇപ്പൊ ഈ ഡെങ്കി അങ്ങനെയുള്ള കൗണ്ട് കുറയുന്നവർക്കെല്ലാം അടിപൊളി സാധനമാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി. മരത്തിൽ നിന്ന് പഴുത്താലേ ടേസ്റ്റ് ഉള്ളൂ അങ്ങനെ ഒരു വർത്താനം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ? അതിന് പഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ദിവസമായി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഭാഗമാകുന്നത്. ഹൈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കൂടെ ഹ്യൂമിഡിറ്റിയും തണുപ്പും കൂടുതലുള്ള അപ്പോൾ 2-3 ദിവസം കൂടെ കൂടുതലുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു 30 ദിവസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. അപ്പം പിന്നെ ഈ ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് ഈ കച്ചവടക്കാർ 28-ാം തീയതി 29-ാം തീയതി അവർക്ക് ഷെൽഫ് ലൈഫ് കുറയും നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ. പ്രത്യേകം 28-ാം ദിവസമൊക്കെ പറിക്കും. അങ്ങനെ വരുമ്പോൾ തൂക്കത്തെ ഒരു കുറവുണ്ടാവും. അതാ തൂക്കത്തെ ഞാൻ നോക്കിയിട്ടില്ല. 2 ദിവസം കൊണ്ട് നിൽക്കുന്ന അല്ല, അതുകൊണ്ടല്ല നമുക്ക് ഡാമേജ് ആകും. പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ പാടാം. നല്ലൊരു പഴുത്ത് വന്നാലാ നമ്മൾ എക്സ്പോർട്ടിംഗ് ആണെങ്കിലും അവർ സോഫ്റ്റ് ആകാൻ പാടില്ല. അവർ ടച്ച് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആകാൻ പാടില്ല. അതാണ് ഈ സമയത്ത് നമ്മൾ പറിച്ചെടുക്കുന്നത്. അവർക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള സാധനം വേണം. ഇതിപ്പോ നമ്മൾ എന്നാകലത്ത് ഇതിപ്പോ വെച്ചേക്കുന്നത് ഇത് ആദ്യകാലത്ത് ചെയ്തപ്പോ 7 അടിയൊക്കെ ഉള്ളൂ. അപ്പം ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്കിപ്പോ കുറവായി. ഇടയ്ക്കൂടെ കയറി നടക്കുന്നതിലുപരി ഇതിന്റെ ഈൽഡ് കുറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈൽഡ് കുറയും. നല്ല എയർ സർക്കുലേഷൻ സൺലൈറ്റും കയറണം അതിന്റെ തണ്ടയിലേ, എങ്കിലേ ആ ഒരു പ്രയോജനം വരുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്ര അടിക്ക് വെക്കണം? നമ്മളിപ്പം 10 വെക്കണം.
പത്തടിയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം 10 അടിക്കാ. ഓഹോ ഹോ ഹോ ഹോ. അങ്ങേ സൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങേ സൈഡിൽ ഒരു 5 ഏക്കറുണ്ട്. എല്ലാം 10 അടി. ഇത് തന്നെ ഇവർക്ക് ഈ ഫാരം കൂടിയുണ്ട് ഇതുപോലെ ഒരു മുട്ട് കൊടുത്തേക്കും നമ്മളിത്. അതെ, ഈ ഇവിടെ ഒരു പടിഞ്ഞാറോട്ട് ഈ ഇലകളെല്ലാം കൂടെ വന്ന് ഡംപ് ചെയ്യും. കൂടി കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം വെയിറ്റ് കയറുന്നത്. അപ്പം പിന്നെ അത് ഒടിഞ്ഞു പറഞ്ഞൊക്കെ പോകും. ഭയങ്കര വെയിറ്റ് ഇതിന്റെ അകത്ത്. നമുക്ക് ഇതിപ്പം ഈ 10 കൊല്ലം ആയല്ലോ, അപ്പൊ കാലിന് അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? കാലൊന്നും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നമുക്ക് ഇതുപോലെ വെയിറ്റ് കയറി ഒടിച്ചിലും പറിച്ചിട്ടുണ്ട്, അതൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. കാലൊടിയുന്നുണ്ട് അപൂർവമായിട്ട് നോക്കാതെ വരുന്നുണ്ടോ. ഓഹോ, ഇതിപ്പോ ഇത്രയും ഉള്ള ഏരിയ ഉള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോ ദിവസവും ചെല്ലാൻ ഒക്കെയല്ലോ. അപ്പൊ ചെരിഞ്ഞെരിഞ്ഞ് വെച്ചുള്ളത് വരും. പിന്നെ ഈ പണിക്കാർ ബംഗാളികളാണ്, അവന്മാർക്ക് ഇതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ല. കളയ്ക്കാൻ പറഞ്ഞാൽ അവിടെ അങ്ങ് കളച്ചോണ്ടിരിക്കും. അതെടുക്കാൻ പറഞ്ഞാൽ അതെടുത്തോണ്ട് വരും. ആ കാലെടുത്ത് അവിടോട്ട് വെക്കാൻ പറഞ്ഞാൽ അടുത്ത് വെക്കും. അവരുടെ ഒരു രീതി. നമ്മളെ പണ്ടത്തെ പണിക്കാരോ അല്ലെ നമ്മളൊക്കെ ആണെങ്കിൽ ഓരോന്നും നോക്കി ഇതിലൂടെ പോയി ഫ്രൂട്ട് എടുത്തോണ്ട് പോയി ഇതിലൊരു വള്ളി കയറി കിടക്കുന്നെങ്കിൽ അത് കട്ട് ചെയ്യില്ല. അത് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കട്ട് ചെയ്യും. നമ്മൾ ഇറിഗേഷൻ വേറെ വെള്ളത്തിന് നനയ കാര്യങ്ങൾ ആവശ്യമൊന്നും ഇല്ല. നന വേണ്ടാത്തൊരു ചെടിയാണ്. നമ്മൾ നന ഇവിടെ കൊടുക്കുന്നില്ല. ഇല്ല. എന്ത് വേനൽക്കാലിലും കൊടുക്കുന്നില്ല. ഇല്ല, എത്ര വേനലാണേലും കൊടുക്കാറില്ല. ഇതെല്ലാം പാറക്കട്ട, മൊത്തം പാറയാ. ഇവിടെ ഫുള്ള് പാറയാ. ആ റൂം ഒരു പാറയാ. ഓഹോ, പാറ മുകളിൽ വെച്ചേക്കുന്നത്. പാറ ഷേപ്പ് ചെയ്തെടുത്ത. ഓഹോ പൊട്ടിച്ചവിടം. അപ്പം ആ പാറക്കെട്ടിലാണ് ഇത് പിടിച്ച് നിപ്പുണ്ട് ഇവന് കുഴപ്പമില്ലാതെ. കോൺക്രീറ്റ് കാലം നല്ലപോലെ ഉറപ്പിച്ചാൽ മതി, ബലമായിട്ട് ഉറപ്പിച്ചാൽ. പിന്നെ ഇച്ചിരി മണ്ണും ഒക്കെ എടുത്തിട്ട് അങ്ങനെ അതിന് മാത്രം മണ്ണും വേണ്ട, ധാരാളം മണ്ണുമായിട്ടും വേണ്ട. ഒത്തിരി ഇതിന്റെ പേര് ഒത്തിരി നാട്ടിൽ ഇറങ്ങി പോകില്ല. ഇല്ല, തായ് പേരില്ല. ചേട്ടാ, നമ്മളിതിപ്പോ നടുമ്പളേ ഇതിപ്പോ ഈ പോസ്റ്റിന് ഏകദേശം പൊക്കം എന്താ ചേട്ടൻ? ഞാനിവിടെ കൊടുത്തേക്കുന്നത് 6 അടി പോസ്റ്റാണ്. 6 അടി പോസ്റ്റ് വരുന്നുണ്ട്. 6 അടി നീളമുള്ള പോസ്റ്റില് 1.5 അടി താഴോട്ട് കുഴിച്ചിട്ട് 5 അടി ഫ്ലോർ ലെവലിൽ നിന്ന് തറ ലെവലിൽ നിന്ന് 5 അടി ാണ് നിർത്തിയേക്കുന്നത് ഇപ്പം. ഓഹോ ഇവിടുത്തെ. പിന്നെ പല രീതിയിൽ പല ഇത് തമ്മിൽ കണക്ട് ചെയ്തും പല രീതിയിൽ ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ കൂട്ടി ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ ചെയ്തേക്കുന്നത് 6 അടി. നമ്മളപ്പളേ നടുമ്പം എത്ര പീസാ ഒരെണ്ണത്തിന്റെ ചോട്ട് വെച്ച് കൊടുക്കുന്നത്? 4 സൈഡിൽ നിന്ന് ഓരോന്ന് കയറ്റി വിട്ടത്. ചതുരത്തിലുള്ളതുകൊണ്ട് 4 സൈഡിൽ നിന്ന് ഓരോന്ന് കയറ്റി വിട്ടാൽ 4 കയറ്റി വിടുന്നത്. 4 കയറ്റി വിടുന്നത്. മുകളിൽ നിന്നാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. ഇടയ്ക്കുന്ന ഒറ്റ തണ്ടായിട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത്. 4 നട്ടാൽ 4 കയറ്റി വിടുകയുള്ളൂ. വേറെ ഇടയ്ക്കൂടെ വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയും. പിന്നെ ഇത് മോളി വന്നിട്ട് തൂങ്ങിയിട്ട് അവിടുന്ന് എക്സ്ട്രാ പൊട്ടിക്കോളും. വേനൽക്കാലത്താകുമ്പോൾ വേറെ നമ്മളിപ്പം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് വെള്ളം കൊടുക്കണ്ടെന്ന് നമ്മുടെ കാഴ്ചപ്പാടില്ല. എന്റെ കാഴ്ചപ്പാടാ ഞാൻ പറയുന്നതൊക്കെ എന്റെ പ്രാക്ടിക്കൽ നോളജാ. പിന്നെ പലരും പറയുന്നുണ്ട് വെള്ളം കൊടുക്കണം, നനയ്ക്കണം എന്നൊക്കെ. എന്റെ പ്രാക്ടിക്കൽ നോളജ് നനയ്ക്കണ്ടെന്നുള്ളത്. സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേനും ഈ പൊള്ളല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. മഞ്ഞളിപ്പം ഉണ്ടാവും. നല്ല മഞ്ഞ കളറായിരിക്കും നല്ല വെയിലടിക്കുമ്പോഴത്തേക്കും. അത് മഞ്ഞ കളർ അടിച്ചിട്ട് കുറച്ച് അങ്ങൊക്കെ പൊള്ളും. പൊള്ളിച്ചിട്ട് അതിന്റെ ആ പുറമേക്കുള്ള പച്ചിപ്പ് പോയിട്ട് അതാണ് അങ്ങനെ ഒരു ഇരുണ്ട നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല, വെള്ളം പിരിച്ചു കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യണ്ടെന്നുള്ള എന്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കിതിപ്പം ശരാശരി ഒരു ചെടി എന്ന ചേട്ടൻ എത്ര കിലോ നമുക്കൊരു വർഷം? ഒരു വർഷം 30 കിലോയാ തോട്ടത്തിന്റെ ആവറേജ്. തോട്ടത്തിന്റെ ആവറേജ് ഒരു ചെടി എന്നൊരു 30 കിലോ ഒരു മൂട്ടിൽ 30 കിലോ പ്രതീക്ഷിക്കാം. ഒരു വർഷം എത്ര വിളവെടുപ്പ് കാണുന്നത്? 10 മുതൽ മിനിമം 10 തവണ. മുകളിലോട്ട് പോവാം, ചില സമയങ്ങളിൽ മുകളിലോട്ട് പോവാം. കഴിഞ്ഞ വർഷം തുടർച്ചയായിട്ട് മഴയായിരുന്നോണ്ട് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. 10 ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. ശരി. ഈ മഴയാണെങ്കിൽ നമുക്ക് ഈ പൂത്തേക്കുന്ന ഈ പൂകളും എല്ലാം പൊഴിഞ്ഞു പോകുന്നു പറയുന്നത് അങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ പോളിനേഷൻ നടന്നാൽ പോകില്ല. അതിനകത്ത് പെൺപൂ എന്ന് പറഞ്ഞൊരു ഉണ്ടോ, അതിനകത്തൊരു വെള്ളം വീഴുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോളിനേഷൻ ഇപ്പൊ തേനീച്ച കുറവല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ തേനീച്ച വരികയല്ല, കയറിപ്പോവും. അപ്പൊ തേനീച്ച വന്നെങ്കിൽ പോളിനേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക്. പിന്നെ രാത്രിയിൽ നിശാശലഭങ്ങളും ഒത്തിരി പക്ഷികളും പക്ഷികളെല്ലാം ഒക്കെ ഉണ്ട്. അവരും ചെയ്യുന്നുണ്ട്, പോളിനേഷൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ത്രൂ ഔട്ട് ചെറുതേനീച്ചകൾ വരും. അതും പോളിനേഷൻ ചെയ്യും. പക്ഷെ വെള്ളം അതിന്റെ അകത്ത് വീണ് കഴിഞ്ഞാല് അതിനകത്തൊരു പെൺപൂ ഉണ്ട്. ചെറിയ പെൺപൂ എന്ന് പറഞ്ഞാൽ ചെറിയ പൂവാണ് ഉദ്ദേശിച്ചത്. അകത്ത് ചെറിയ പോവാ. ഇതിനകത്ത് വെള്ളം ഇതൊരു ഹോളാ. പൗഡർ ഇറങ്ങണ്ടേ അതിന്റെ അകത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ കൃത്യമായിട്ട് നടക്കാല. ഹോളം കടഞ്ഞു പോയി. അപ്പൊ അതേ ഉള്ളു. അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. വിരിഞ്ഞിരിക്കുമ്പോ അറിയാം ഒരു ഫ്ലവറിന്റെ വരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാറ്റടിച്ചാൽ മഴ നനയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിനകത്ത് വെള്ളം വീഴുകയില്ല. പെൺപൂവിന്റെ അകത്ത് പെൺപൂവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരേ തള ഉണ്ട്. ചേട്ടാ, നമ്മളിതിപ്പം ഇതിനെന്നാ നമ്മൾ വളം കൊടുക്കുന്നത് പ്രധാനമായിട്ടും? ഇപ്പം ഞാനിത് കോഴിവളം കൊണ്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് കോഴിവളം കമ്പോസ്റ്റാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റു വളങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കോഴിവളമാണ് മെയിൻ വളം ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ കമ്പോസ്റ്റ് ആക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? അത് നനച്ചു കൂട്ടി അവിടെ പിന്നെ സൊല്യൂഷൻ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. അല്ലെങ്കിൽ നനച്ചു കൂട്ടി നന്നായിട്ട് മണ്ണിൽ കൂട്ടിയിട്ടിട്ട്
2-3 മാസം കൊണ്ട് അത് ഇപ്പം എനിക്ക് അതിൽ കൂടുതൽ സമയം കിടക്കും. ഓഹോ. അപ്പം ഞാൻ ചോദിക്കുന്നത് എത്ര കിലോ അല്ലെങ്കിൽ എത്ര കൊട്ടയാണ് നമ്മൾ ഇത് അതൊരു ഓരോ കൊട്ട ഇടുന്നത് 2-3 തവണ ഇടാൻ പറ്റുള്ളൂ. ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇടുള്ളൂ. കുറെ കൂടുതൽ അങ്ങ് കൊടുത്തേക്കും. ഒരു കൊട്ട ഒരു കൊട്ട പിള്ളേർ ഇടും. അതല്ലാതെ ചേട്ടൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ അല്ലാതെ വേറെ രീതി വളം നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഈ ചില പുള്ളി സ്പ്രേകളോ കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്നും ചെയ്യുന്നില്ല, ഒരു സാധനവും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ SOP അടിക്കുക ഒന്നുമില്ല, നമ്മൾ നാച്ചുറലി ഇത് വിട്ടേക്കുക, ഈ രീതിക്ക് തന്നെ പോകുന്നു. എന്നിട്ട് നമുക്ക് ഈ പറയുന്നതിന് 30 കിലോ കിട്ടുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ചേട്ടൻ കോഴിവളം മാത്രം യൂസ് ചെയ്യും, വേറെ ഒരു വളം ചെയ്യുന്നത് നമുക്ക് ശരാശരി ഒരു 30 കിലോ ഒരു മരത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. നല്ല എഫക്റ്റ് ഉള്ള സാധനമാണ് കോഴിവളം. അതെ അല്ലേ, കമ്പോസ്റ്റ് ആക്കണം എന്നുള്ളൂ. കമ്പോസ്റ്റ് ആക്കണം. അപ്പൊ കമ്പോസ്റ്റ് ആക്കാൻ എത്ര നാളെ നമുക്ക് താമസം വരും? 2-3 മാസം. ഞാൻ ചുമ്മാ മണ്ണി കൂട്ടിയിട്ട് നനച്ച് കൂട്ടിയൊക്കെ ഞാൻ 3 മാസമല്ല 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഓടി എടുക്കുള്ളൂ. ഇത് എല്ലാ കൊല്ലം നമുക്ക് സ്ഥിരമായിട്ടും ഒരേ തൂക്കത്തിലാണ്, കാലം കൂടുന്നതോറും തൂക്കം കൂടുക കുറയുക അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്വാണ്ടിറ്റി തൂക്കത്തിന്റെ ആ കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത്. ഈ വർഷം ചൂട് കൂടുതലായതുകൊണ്ട് വെയിറ്റ് കുറവാണ്, ഫ്രൂട്ടിന്റെ വെയിറ്റ്. ഓഹോ. കൂടുതൽ ക്വാണ്ടിറ്റി എണ്ണം ഉണ്ടാകുമ്പോഴത്തേക്കും വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടേ. ആദ്യ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന അളവ് തൂക്കം വരും, പക്ഷേ വലിപ്പത്തിൽ കുറവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ ചൂട്, ഈ വർഷത്തെ ചൂട് ഇതിപ്പോ ഏതാ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഏതാണോ ചെയ്തേക്കുന്നത്? ഞാൻ കൊമേഴ്സ്യലായിട്ട് മൊത്തം ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ അതാണ് നമുക്ക് കൊമേഴ്സ്യലി ഒരു വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അനുഭവത്തിൽ അത് ഈൽഡ് കൂടുതലുണ്ട്, മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, ആൾക്കാർ ടേസ്റ്റ് പിടിച്ചത് നല്ല ചുമന്ന പർപ്പിൾ കളറായിട്ട് നിൽക്കും. ഇതിപ്പോ നമ്മളിത് കുറച്ച് മണ്ണിൽ നിന്ന് കുറച്ച് ഒരു കൂമ്പാരം പോലെ ഒരു ഉടല് പോലെ എടുത്ത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അത് ഈ വെള്ളം ഇതിനകത്ത് ബ്ലോക്കായി നിൽക്കാതെ, വെള്ളം ഇത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ടാണ് ഉടല എടുത്ത് കൂമ്പാരം, കൂനയെന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ ഭാഷയെ പറയുന്നത്. കപ്പ കൂമ്പൽ എന്ന് പറയുന്നത്, കപ്പ തടം എന്ന് പറയുന്നത്, ഞങ്ങള് തടം നമ്മുടെ നടുമ്പളെ തന്നെ ചെയ്യുന്നത്. പിന്നെ തൂമ്പാപ്പണി ഇല്ല. ഒരിക്കൽ ചെയ്ത് ഇങ്ങനെ വെട്ടിക്കൂട്ടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളം മണ്ടെല്ലാം കിട്ടാൽ മതി. പിന്നെ മണ്ണിളക്കേണ്ട കാര്യമില്ല, കാട് മാത്രം എടുത്താൽ മതി. കാട് കണ്ടമാനം കാട് കയറും. നല്ല തുറന്നു കിടക്കുന്നതുകൊണ്ടും വളം ഉള്ളത് കൊണ്ടും ഭയങ്കരമായിട്ട് കാട് കയറും. അപ്പൊ അത് മെഷീൻ വെച്ചായിരുന്നു അടിച്ചോണ്ടിരുന്നത്. പിന്നെ ഇവരെ ഈ പണിക്കാരെയൊക്കെ സമയത്തും കാലത്തും കിട്ടാതെ വന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് അടിക്കുന്നതല്ല, മരുന്ന് അടിക്കുന്നതല്ല. ഈ പ്രാവശ്യം അടിച്ചേണ്ട വന്നു. നിർവാഹമില്ലെങ്കിൽ നീതിവാൻ എന്നെ ചെയ്യാനും അതാണ് നമുക്ക് കാര്യങ്ങളുണ്ട്. ഇതിന്റെ അകത്തോട്ട് എപ്പോഴും നടക്കേണ്ടതാണ്. ഇഴജന്തുക്കളൊക്കെ വന്നാലേ ഞാൻ ഈ 8-10 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇഴജന്തുക്കളോ പാമ്പിനെ ഒന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. ഈ വർഷം ഈ 2 മാസം മുമ്പ് നേരത്തെ ആളെ കൂടെ ചെന്നപ്പോ കീരി അങ്ങനെ പിടിച്ചോണ്ട് വന്നായിരിക്കും. കീരി ഒരു പാമ്പിന്റെ തല പറിച്ചിട്ട് ആക്കി അവിടെ ഇട്ടിരുന്നു. ഞാൻ പറയാം 10 വർഷം കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഒരെണ്ണത്തിനെ കാണുന്നത്. ആദ്യകാലത്ത് വന്നപ്പോൾ ഇഷ്ടം പോലെ മുയലുണ്ടായിരുന്നു. ഇവിടെ മുയലിനെ ഇപ്പൊ കാണാനേ ഇല്ല. ആരാണ്ട് വെടിവെച്ചെല്ലാം തീർന്നു, വംശാശം വന്നെന്ന് തോന്നുന്നു. ശരി, മുയലില്ല. പിന്നെ ഇപ്പൊ ഉള്ളത് ഈ മലയണ്ണാന. അത് ഇതിനോട് ശല്യമില്ല, ഇങ്ങോട്ട് കയറിയ ഏരിയയിലല്ല, ഇങ്ങോട്ട് കയറിയല്ല, മാങ്ങ അതൊക്കെ വരും. ഇതെങ്ങനെ ഈ ഒരു കൃഷിയിലേക്ക് ചേട്ടൻ വന്നെത്തിയത് എങ്ങനെയാ? പാറയായിരുന്നു മൊത്തം. ഇവിടെ പാറക്കെട്ടിനകത്ത് എന്താണ്, അവിടോട്ട് നോക്കിയില്ല, പാറ കാണാമല്ലോ. നേരത്തെ ഇവിടെ തന്നെ നിന്നോണ്ടിരുന്നത്? ഇവിടെ ഒന്നും ഇല്ല എന്ന കാര്യമായിട്ട് ഒരു ചെറിയ അബദ്ധത്തിൽ വന്ന് ചാടിപ്പോയി മേടിച്ച സ്ഥലമായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലെ കയറി വന്നപ്പോൾ ഒരുത്തനെ പറഞ്ഞു, അത് അപ്പുറത്തെ എൻ്റെ സ്ഥലമായിരുന്നു. എന്നോട് പറഞ്ഞു, സാറേ ഇത് കൊടുക്കാനാ, മേടിച്ചോളാം പറഞ്ഞു. ഈ റബ്ബർ തൈ ഇങ്ങനെ വയറ്റി നിൽക്കുക, നല്ല അടിപൊളി തൈ വെച്ചിട്ട് അവനെ വിൽപ്പനയ്ക്ക് പൊടിവളമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത്. ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു. മേടിച്ചു. 99 മേടിച്ചു, കാശും കൊടുത്തു. അടുത്ത വർഷം 2000 ആയപ്പോഴത്തേന് റബ്ബർ മൊത്തം ഉണങ്ങി. കൈവേര് പാറയെ മുട്ടി, ഇതുണ്ടല്ലേ പാറ കിടക്കും, അങ്ങോട്ട് അങ്ങനെ കിടക്കുക, പാറയാ, ഫുള്ള് പാറ, എല്ലാം പാറയാ, പാറയാ. അപ്പൊ അങ്ങനെ പെട്ട് നിൽക്കുമായിരുന്നു. അന്നേരം ഇതിനെ കുറിച്ച് അറിഞ്ഞതും 200 കൂടെ നടുന്നതും 10 വർഷം മുമ്പ്. അപ്പൊ 1000 നട്ടു. ശരിക്കും 17 ആയപ്പോഴത്തേന് നമുക്ക് 200 കൂട്ടി 50,000 രൂപ ഫ്രൂട്ട് കിട്ടി. കൊടുത്തില്ല, പക്ഷെ നമുക്ക് വെയിറ്റ് എടുത്തായിരുന്നു. ഇത് മാത്രം ക്വാണ്ടിറ്റി കിട്ടി. അങ്ങനെ അത് എടുത്തു. അപ്പൊ അതേന്നാണ് പിന്നെ പിടിച്ച് കയറി വന്ന് കുറച്ച് ചെയ്ത് ഒറ്റയടിക്ക് മുടക്കിയതല്ല. ഈ 50 വർഷങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ കിട്ടിയ വരുമാനം വെച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കയറുക. അപ്പൊ അബദ്ധത്തിൽ വന്ന് പെട്ടതാണെങ്കിൽ അത് നമുക്ക് ഇപ്പൊ ഒരു ഭാഗ്യമായിട്ട് എന്ന് പറയാനൊക്കെ. ഒത്തിരി പേർക്കും നമുക്ക് കേട് വരുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. കേട് വന്ന് ഇത് പോകുന്നു, കുറയുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ചേട്ടന് തോട്ടത്തിൽ അങ്ങൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്, കേരളം മൊത്തം എല്ലാ തോട്ടങ്ങളിലും. ചിലയിടത്ത് അത് പെട്ടെന്ന് വ്യാപിച്ച് തോട്ടം, അത് ഫംഗസ് ആണ്, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന, കൊറോണ പോലെ. ചെയ്യുന്നിടത്ത് ഒരിടത്ത് വിളിച്ചാൽ മതി. പണ്ട് വാനിലയൊക്കെ പോയ പോലെ അതുപോലെ തന്നെ രോഗം വരുന്നുണ്ട്. പക്ഷെ
മെഡിസിൻ ഇതുവരെ ആയിട്ടില്ല. അതൊരു വലിയ പ്രതിസന്ധിയാ. പല തോട്ടങ്ങളും പിന്നെ ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടായി കൂടുതലായിട്ട് തോട്ടങ്ങൾ പോകുന്നത്. ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടേ. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കണ്ടാ ചേട്ടൻ എന്താ ചെയ്യുന്നത്? അത് കട്ട് ചെയ്ത് അന്നേരം മാറ്റും. ആപ്പീസ് അന്നേരം കട്ട് ചെയ്ത് മാറ്റും. പിന്നെ വ്യാപിക്കാൻ കുറവാ. വ്യാപിക്കാലെന്ന് പറയാനൊക്കെ വ്യാപിക്കും. കുറവാണ്. താരതമ്യേന കുറവാ. നമ്മൾ അറസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുക. തന്നെയല്ല ഫോളോ അപ്പ് ഉണ്ട്. എന്നും തോട്ടത്തിൽ ഒരാളുണ്ടാവും. ദിവസവും എപ്പോഴും തോട്ടത്തിൽ എന്തെങ്കിലും കേട കാര്യങ്ങളുണ്ടോ നോക്കി കാണും. നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാതെ വന്ന ഒരു 10 ദിവസം ആണെങ്കിൽ 10 ദിവസം കൊണ്ട് ഇവൻ മൊത്തം സ്പ്രെഡ് ചെയ്ത് മുഴുവൻ അടിച്ചു കളയും. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് നോട്ടം വേണം. ഇപ്പം നോക്കാൻ വേണം. ഇപ്പൊ നമുക്ക് അറിയത്തില്ല. അത് ഇതിങ്ങനെ മഴക്കാലത്താണ് വരുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, മഴക്കാലം ഒന്നുമില്ല. മഴക്കാലത്ത് കൂടുതൽ ഈ ഹ്യൂമിഡിറ്റി ഇങ്ങനെ ഈ അന്തരീക്ഷം നിൽക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് വരും. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ ഇപ്പം ഈ യുവാക്കൾ ഒത്തിരി പേര് ഈ ഫീൽഡിൽ നിന്നും ഒത്തിരി പേര് മാറിപ്പോകുന്നുണ്ട്. അപ്പം ചിലരൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്ത്, അപ്പൊ അവരോട് ചേട്ടന് പറയാനുള്ള ഒരു കാര്യം എന്തായാലും, നമ്മൾ യുവാക്കൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്നുള്ള ഇൻകം താരതമ്യേന എല്ലാത്തിലും കൃഷിയിലും കുറവ്. പിന്നെ ഈ സ്കിൽഡ് ലേബേഴ്സിന്റെ ഷോർട്ടേജ്. പിന്നെ ഈ മണ്ണും ചേറിയും പറ്റി വേർത്ത് കുളിച്ച് നിൽക്കാനുള്ള മടിയുണ്ട്. പിന്നെ ഈ റിട്ടേൺ നല്ലപോലെ റിട്ടേൺ ഉണ്ടായെങ്കിൽ നമ്മളിപ്പോ ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന കൂടുതൽ റിട്ടേണിന്റെ അകത്ത് കിട്ടുകയാണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇതിനിപ്പം ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലല്ലോ. എനിക്കിപ്പം ഇപ്പം വീട്ടിലോട്ട് പോകണം, പണിക്കാരെ അവിടെ ഏൽപ്പിച്ച് ഇങ്ങോട്ടൂടെ കയറി വരണം. ആരും ചോദിക്കാനും ബാങ്കിലാണെങ്കിൽ ചോദിക്കുന്ന ഇവിടെ പോയായിരുന്നു. നമ്മളിതല്ല, നമ്മൾ വേറെ ഫാഷൻ ഫ്രൂട്ട് കൃഷി അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതെ, ഫാഷൻ ഫ്രൂട്ട് ഒരു 1 ഏക്കറിലെ ഫാഷൻ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര കാലം ഇറങ്ങിയിട്ടത്? കഴിഞ്ഞ വർഷം നട്ടതേ ഉള്ളൂ. പിന്നെ ആയി വരുന്നേ ഉള്ളൂ. അത്യാവശ്യം പിന്നെ കാ പറിച്ചെന്നുള്ളേ ഉള്ളൂ. ഏതാ ഞാനും ചെയ്തേക്കുന്നത്? വയലറ്റ് കളറിലുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്ന സാധനം. ഈ പാഷൻ ഫ്രൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഏരിയയിൽ കൂടുതൽ ഏരിയ ചെയ്യാനൊക്കും. ഈ വെയിറ്റ് ഇതേ തൂങ്ങി നിൽക്കും. മറ്റേ പന്തല് തുടിഞ്ഞു വരും. തുടിഞ്ഞ് കണ്ടവാനം ഇതിന് ഭയങ്കരമായിട്ട് വെയിറ്റ് കയറുന്ന സാധനമാണ്. ശരിക്കും ഒരു സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ട ഇതാ ഈ രീതി. അപ്പം 1 ഏക്കർ കൂടുതലായിട്ട് തൈകൾ നമുക്ക് തൈകൾ വെക്കുന്നതിലുപരി സൺലൈറ്റ് കിട്ടും. നമുക്ക് ഇതിലേക്കൂടെ നടക്കാനുള്ള സൗകര്യമുണ്ട്. തുടിയല് ആദായം കൂടുതൽ കിട്ടും. ആദായം കൂടുതലുണ്ട്. തുടിച്ചില് താഴെ പന്തലായിട്ടേക്കുന്നത്. അതിലിട്ട് പറഞ്ഞാൽ എന്തുമാത്രം സപ്പോർട്ട് കൊടുത്താലും തുടിഞ്ഞു വരുമ്പോ തുടി. ഇതാണ് തുടിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടത്? ഇതിപ്പോ 1 ഏക്കറിലാണ്. 1 ഏക്കർ ചെയ്തിട്ടുണ്ടത്.